പ്രൈസ് ഗോഡ്. സമ്പന്നതയുടെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകം ഓരോ നിമിഷവും വളർന്നുകൊണ്ടിരിക്കുന്നു. സമ്പത്തുള്ളവൻ എന്നും സമ്പത്തുള്ളവനായി തന്നെ തുടരുന്നു. സാധാരണക്കാരൻ എന്നും സാധാരണക്കാരനായി തന്നെ തുടരേണ്ടി വരുന്ന ഒരു ലോകം. പലതിനും മനുഷ്യൻ മൂല്യം കൂടുതൽ കൽപ്പിക്കുന്ന ഒരു ലോകം. പ്രാധാന്യം കൂടുതൽ കൊടുക്കേണ്ടതിന് പ്രാധാന്യം കുറച്ചു കാണുകയും കൊടുക്കേണ്ടാത്തതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ലോകം. ഈ ലോകത്തിനകത്തും എല്ലാ കാലവും നിലനിൽക്കുന്ന ദൈവത്തിന്റെ വചനം സിയോനെ കുറിച്ച്, തൻ്റെ സ്വന്തം ജനത്തെക്കുറിച്ച്, ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവ പൈതലിനെ കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാമത്തെ അധ്യായം 6-ാം വാക്യം പറയുന്നു, യഹോവ ഭക്തി അവരുടെ നിക്ഷേപമായിരിക്കും. യഹോവ ഭക്തി അവരുടെ നിക്ഷേപമായിരിക്കും. നമുക്കൊക്കെ ലഭിക്കുന്ന നിശ്ചിത വരുമാനത്തിൽ നിന്ന് അല്പം അല്പം മാറ്റിവെച്ച് ഭാവിയിൽ ഒരു ആവശ്യം വന്നാൽ, പെട്ടെന്ന് ഒരു കാര്യം വന്നാൽ ഉപകരിക്കാൻ വേണ്ടി നമ്മൾ കരുതുന്നവരാണ്. കുറേശ്ശെയൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നവരാണ്. അത് നമ്മുടെ നിക്ഷേപമായി നാം കരുതുന്നവരാണ്. ബൈബിൾ പറയുന്നു, നിക്ഷേപമുള്ളിടത്ത് മനുഷ്യന്റെ ഹൃദയവും ഇരിക്കും. നമ്മൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എവിടെയാണ് നമ്മൾ നിക്ഷേപിക്കുന്നത്, അതിൽ നിന്നാണ് നമുക്ക് റിട്ടേൺ വരുന്നത്. പലപ്പോഴും പല ഇൻവെസ്റ്റ്മെന്റുകളും നഷ്ടത്തിൽ അവസാനിക്കാറുണ്ട്. പക്ഷേ കരുതേണ്ടത്, ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, തിരുവചനം പറയുന്നു, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവന്റെ ഇൻവെസ്റ്റ്മെന്റ്, അവന്റെ നിക്ഷേപം, അത് അവന്റെ ദൈവ ഭക്തിയായിരിക്കും. എന്താണ് ദൈവഭക്തി? യഹോവ എന്നെ, ദൈവം എന്നെ എല്ലായ്പ്പോഴും കാണുന്നുണ്ട് എന്നുള്ള എൻ്റെ ഒരു ബോധ്യമാണ് എൻ്റെ ദൈവഭക്തി. അങ്ങനെയുള്ള എൻ്റെ ജീവിതമാണ് എൻ്റെ ദൈവഭക്തി. മറ്റുള്ളവർ കാണുമ്പോൾ കാണിക്കുന്നതല്ല ഭക്തി. ആരും കാണാത്തപ്പോൾ ദൈവം മുമ്പാകെ നമ്മൾ എങ്ങനെയായിരിക്കുന്നോ അതാണ് നമ്മുടെ ദൈവഭക്തി. ഇന്ന് നമ്മിൽ കരുതി വയ്ക്കാൻ ഒന്നുമില്ലായിരിക്കാം. ലോകത്തിന്റെ സമ്പന്നതയ്ക്കൊപ്പം ഓടാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലായിരിക്കാം. പക്ഷെ ദൈവം മുമ്പാകെ, ദൈവം എന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധ്യത്തോടെ ഭക്തിയോടെ ജീവിക്കുന്ന ഒരു ജീവിതം സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടോ? പ്രവാചക ശബ്ദം, എന്റെ ശബ്ദം കേൾക്കുന്നവരോടും ഞാൻ പറയുന്നു, ആ യഹോവ ഭക്തി നാളുകളിൽ നമ്മുടെ നിക്ഷേപമായിരിക്കും. അത് നാളുകളിൽ നമ്മുടെ നിക്ഷേപമായിരിക്കും. നാളുകളിലെ നമ്മുടെ അവസ്ഥകളെ തരണം ചെയ്യാൻ ഇന്ന് നാം ദൈവം മുമ്പാകെ ഭക്തിയോടെ ജീവിച്ചത് അന്ന് ഒരു നിക്ഷേപമായി വെളിപ്പെടും. ആ കാരണത്താൽ നാം പലതും ഓവർകം ചെയ്യും. പല സാഹചര്യങ്ങളിലും അത് നമുക്ക് തുണയായിരിക്കും. ദൈവകൃപ നമ്മിൽ പകരാൻ കാരണമായിരിക്കും. അതെ, യഹോവ ഭക്തി നമ്മുടെ നിക്ഷേപമായിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.